താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പറയുന്ന ഈ പവർ ഗ്രൂപ്പിന്റെ പേരുകളൊക്കെ പുറത്തേക്ക് വരുമെന്ന്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് വന്നില്ലെങ്കിൽ ഇത് പുറത്താക്കാനുള്ള വഴി വേറെയുണ്ട്. ഈ സംഭവങ്ങൾ വെച്ച് തീർച്ചയായും ഇത് പുറത്തു വരും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ തന്നെ ഇത് പുറത്തു വിടും. ഇതിന്റെ ആണ് സംഭവം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ സൂചനയിൽ ഇന്ന ലൊക്കേഷൻ ആയിരുന്നു, ഈ സംവിധായകനായിരുന്നു, ഈ നടനായിരുന്നു, ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു, ഈ പ്രൊഡ്യൂസർ ആയിരുന്നു എന്ന് ഞങ്ങൾ പറയും. കാരണം എല്ലാ നിർമ്മാതാക്കൾക്കും, എല്ലാ സംവിധായകർക്കും, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇതിന്റെ പേരുദോഷം വരരുത് എന്നുള്ളത് കൊണ്ടാണത്. നോക്കൂ, ഞങ്ങൾ മഞ്ജു പിള്ള നടി അമ്മയിലെ അംഗമാണ്. അവരെ വിളിച്ചു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മ സംഘടന അവരോട് മൗനം പാലിക്കാൻ, അതായത് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് അവരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇത്രയധികം ഭീഷണിപ്പെടുത്തി ഒരു അക്ഷരം പോലും പറയാത്ത തരത്തിലേക്ക് അതിലെ താരങ്ങളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണോ അമ്മ സംഘടന? ഈ സംഘടനയൊക്കെ പിരിച്ചുവിടുന്നതല്ലേ നല്ലത് അങ്ങനെയാണെങ്കിൽ? അത് തന്നെയാണ് വേണ്ടത്. കാരണം ഞാൻ ചോദിക്കട്ടെ, നട്ടലുള്ളവര് അല്പമെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണ് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇവർ പറയുന്നത് കേട്ട് ഓച്ചാനിച്ച് നിൽക്കുമോ? ഇതൊന്നും വെള്ളരിക്കപ്പെടണോ നമ്മുടെ നാട്ടിൽ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? ഇതിനകത്ത് നിൽക്കുമ്പോൾ ഒരു മര്യാദയും മാനവും ഒക്കെ വേണ്ടേ? ഒരു സിനിമ കിട്ടുന്നു എന്ന് കരുതി ഏതവന്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കാൻ തയ്യാറായിട്ട് നടക്കണോ? അത് ഇവിടുത്തെ ന്യായമാണ്, നിയമമാണ്. ഞാനും സിനിമയുടെ ചോറുണ്ടുള്ളവരത്തിലാണ്, ഇപ്പോഴും സിനിമയുടെ ചോറ് കഴിക്കുന്നവനാണ്. ഒരു കാര്യം മാത്രം ആലോചിക്കണം, അതിന് എല്ലാവരെയും ഇതിൽ പ്രതി ചേർക്കുന്നതിന് മുമ്പ് കുറ്റക്കാരായവന്മാർ ആരായാലും എത്ര ഉന്നതരായാലും അവരെ പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. യാതൊരു കാരണവശാലും സർക്കാരാണെങ്കിലും ശരി, സംസ്ഥാന സർക്കാർ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ഇരയുടെ സ്വകാര്യത അത് മാനിക്കണം. ഇരയുടെ സ്വകാര്യത മാനിക്കേണ്ട എന്ന് ആരും പറയുന്നില്ല. വേട്ടക്കാരെ സംരക്ഷിക്കണമെന്ന് നമ്മുടെ നിയമം ഒരിടത്തും പറയുന്നില്ലല്ലോ. ഇരയെ സംരക്ഷിച്ചോളൂ, ശരിയാണ്, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആരും പറയുന്നില്ല. പക്ഷെ അത് വെച്ച് എന്തിനാണ് ഈ വേട്ടക്കാരെ സംരക്ഷിക്കുന്നത്? ആ ഒരു ന്യായീകരണം ഉപയോഗിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, വേട്ടക്കാരെ സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യത ഉള്ളതുപോലെയാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. ബാധ്യതയുണ്ട് സർക്കാരിന്. കാരണം കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഈ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സിനിമാ വ്യവസായത്തോട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവരുമായി അടുപ്പമുള്ളവർ, സിനിമയിൽ അവരുമായി വളരെയധികം അടുപ്പമുള്ള ആളുകൾ, അവരെ ഈ പോസ്റ്റിലേക്കൊക്കെ വിളിച്ചിരുത്തുക, എന്നിട്ട് അവരെ കൊണ്ട് ചില നേട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ചില പ്രവർത്തികൾ, ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കീഴെ വിളിക്കുക, എതിർക്കുന്നവരെ ഒറ്റപ്പെടുത്തുക, എതിർക്കുന്നവരെ ആക്രമിക്കുക, ഇതൊക്കെയാണ് അവസ്ഥ. ഈ 2 ദിവസമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കുറച്ച് പ്രതികരണങ്ങളിൽ ഞാൻ പോയതിനു ശേഷം എനിക്ക് വന്ന ഭീഷണിയും എനിക്ക് വന്ന ഫോൺ കോളുകൾക്കും കണക്കല്ല, അറിയാമോ? ഇതാണ് മലയാള സിനിമാ രംഗം. എന്താണ് പറഞ്ഞത്? ഞാൻ പേര് പറയുന്നില്ല. എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് മിണ്ടാതിരുന്നുകൂടി, കുറച്ചു നാളെങ്കിലും മിണ്ടാതിരുന്നുകൂടി എന്നാണ് പറയുന്നത്. വളരെ അടുത്ത ചില സുഹൃത്തുക്കളൊക്കെയാണ് ചോദിക്കുന്നത്. അവർ പറഞ്ഞു, ബൈജു എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ല അതിങ്ങനെ മിണ്ടാ? ഞാൻ പറഞ്ഞു, ഉള്ള കാര്യം സത്യം തുറന്നു പറയണ്ടേ പുറത്ത്. അവർ അന്നേരം ഞാനുമായി ബന്ധമുള്ള സിനിമയിൽ വളരെയധികം സ്വാധീനമുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ഈ വിളിക്കുന്നതും അത് നമ്മൾ കുറച്ചെങ്കിലും മൗനം പാലിക്കാൻ പറയുന്നത്. ഞാൻ ഒരു കാരണവശാലും പ്രതീക്ഷിക്കുന്നുണ്ടോ 5-6 ദിവസം അല്ലെങ്കിൽ 10 ദിവസം മൗനം പാലിച്ച് ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നാൽ ഈ വിഷയം അങ്ങ് തനിയെ ഇല്ലാതെയാകുമെന്ന്? ഒരിക്കലും ഇല്ലാതാകില്ല. ഇത് ആര് മൗനം പാലിച്ചാലും ശരി, ഇത് പുറത്തു വരും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ തന്നെ ഈ പേരുകൾ പുറത്തുവിടും. ഈ സൂചനകൾ വെച്ച് ആ സൂചനകൾ ഞങ്ങൾ പുറത്തുവിടും. അപ്പൊ ജനത്തിന് മനസ്സിലാവും ഇത് ആരാണ് ചെയ്തത്, ആരാണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ സർക്കാരിനും ചിലപ്പോൾ നൊന്നിരിക്കും. അത് നോവുന്നത് അവരുടെ കീ പോസ്റ്റുകളിലുള്ള ചില ആളുകളുടെ പേരുകളൊക്കെ പുറത്തു വരുമ്പോഴായിരിക്കാം. അല്ലെങ്കിൽ സർക്കാർ അവരുടെ പേരുകൾ പുറത്തു വിടണം. എന്തിനിങ്ങനെ കള്ളക്കളി കാണിക്കുന്നു? ഇനി എന്തിന് പോലീസ് റിപ്പോർട്ട്? എന്ത് പോലീസ് റിപ്പോർട്ട്? പോക്സോ കേസിന് പോലീസ് റിപ്പോർട്ടുണ്ടോ? പോക്സോ കേസിന് മൊഴി മാത്രം പോരെ? പോക്സോയുമായി ബന്ധപ്പെട്ട എത്ര സന്ദർഭങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്? എന്തിനാണ് ഈ പേജുകൾ മാറ്റിവെച്ചിരിക്കുന്ന പേജുകൾ ആദ്യം കൊടുക്കട്ടെ. കള്ളത്തരം കാണിക്കുന്ന അതിൽ വേണം. ഏത് സർക്കാരാണെങ്കിലും ശരി, ഏത് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, ഇത് ഒരുമാതിരി ആടിനെ പട്ടിയാക്കുന്ന പണിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും. അതുപോലെ കേരള ഫിലിം ചേംബറിനെ നാണക്കേട് വരുത്താനായിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, സജി നന്ദിയായിട്ട്. മലയാള സിനിമയെ മുഴുവൻ നാറ്റാൻ വേണ്ടി ഒരു മനുഷ്യൻ ഇറങ്ങിയിരിക്കുന്നു, സജി നന്ദിയായിട്ട് എന്നാണ് അയാളുടെ പേര്. ഓരോ നിമിഷവും ഫിലിം ചേംബറിനെയും മലയാള സിനിമയെയും എത്രത്തോളം നാട്ടാമോ അത് തന്നെയാണ് അയാളുടെ നിലപാട്. കള്ളത്തരങ്ങൾ പറയുന്നതിന് അതിര് വേണം. ഇത് അയാളിപ്പോ ഈ ലൈവിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ പറയുകയാണ്. കാരണം ഒരു കാര്യം പറയുമ്പോൾ അതിൽ അല്പമെങ്കിലും ഒരു വാസ്തവത്തിന്റെ ഒരു അംശമെങ്കിലും വേണ്ടി.